അപ്പോൾ ഇത് തിരുവനന്തപുരംകാരറിയും, അല്ല നിങ്ങളെല്ലാവരും അറിയും, ഇത് കാണുന്ന എല്ലാവരും അറിയും. തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് എവിടെ വന്നാൽ ഏറ്റവും നല്ല ഷവായി കിട്ടുമെന്ന് അറിയാം. അപ്പോൾ നമ്മളിന്ന് ട്രിവാൻഡ്രത്ത് ഏത് സംസമിലാണ് ഏറ്റവും നല്ല ഷവായ കിട്ടുമെന്ന് നമ്മളൊന്നൊരു ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. തിരുവനന്തപുരത്ത് വന്ന് കഴിഞ്ഞാൽ സംസമിൽ ഷവായ കഴിക്കണമെന്നാണ് പറയുന്നത്. സംസമിലാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് ഈ സംസമിൽ പോയാൽ ബെസ്റ്റ് ഷവായ കഴിക്കാന്നുള്ള കണ്ടെത്തലുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മളിന്ന് തിരുവനന്തപുരത്തുള്ള എല്ലാ സംസമിലും നമ്മളിന്ന് പോകും. നമ്മളിതായിപ്പോൾ ഒന്ന് പാളയത്തുള്ള നമ്മൾ 3 സംസമിൻ്റെ ഫ്രണ്ടിലുണ്ട്. നമ്മളിന്ന് നേരെ പോകുന്നത് ഇനി വയ്യമാറിലും ആക്കുളത്തോട്ടുമാണ്. സോ ഫസ്റ്റ് പാളയത്തുള്ള ഈ ബാക്കിൽ കാണുന്ന സംസമിൽ കയറി ഫസ്റ്റ് ഷവായ കഴിച്ചിട്ട് എങ്ങനെയാണോ നോക്കാം. നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത് പാളയത്തിലുള്ള സംസമിലാണ്. ഇവിടെ ഉച്ച സമയമാണ്, ബിരിയാണിക്കാണ് പേര് കേട്ടത്, എങ്കിലും നമ്മൾ പറയാൻ പോകുന്നത് ഷവായി തന്നെയാണ്. ഫസ്റ്റ് പാളയത്തുള്ള സംസമിൽ ഷവായ എങ്ങനെയാണ് നോക്കാം. പൊറോട്ടുണ്ട്, കുബൂസുണ്ട്, ചപ്പാത്തി ഉണ്ട്. ടേസ്റ്റ് ചെയ്യാം, എടുത്തോളൂ. എനിക്ക് യൂഷ്വലി മയോണൈസ് ഇല്ലാണ്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. മയോണൈസ് ഇഷ്ടമല്ല. അപ്പൊ cheers. എപ്പോഴത്തെ പോലെ അടിപൊളി സാധനം. ഓർഡർ ചെയ്ത മോശമായിരുന്നു. ഈ ഷവായിന്റെ ഈ സ്കിൻ ഇഷ്ടമാണോ? എനിക്ക് എൻ്റെ ഫേവറേറ്റ് സാധനം ഈ ഷവായിന്റെ സ്കിൻ. അതിങ്ങനെ മാത്രം ഒളിച്ചെടുത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സവാള മസാലയാണ്. ഷവായിന്റെ ഒറിജിനൽ ടേസ്റ്റ് അറിയാൻ നമ്മൾ മയോണൈസിൽ മുക്കാണ്ട് കഴിക്കണം. ആദ്യം മുക്കാണ്ട് കഴിക്കണം. എപ്പോഴത്തെ പോലെ അന്യായം കൊള്ളാം. അങ്ങനെ അറിയരുത്, കൊള്ളാം. അപ്പൊ നമ്മളിവിടുന്ന് നേരെ കാറിക്കറി പോവാണ് ഗൈസ്. അപ്പം ഷവായി ഹണ്ടിങ്ങുമായിട്ട് നമ്മൾ നേരെ നന്തൻകോടുള്ള സംസമിലേക്കുള്ള ഷവായി ഹണ്ടിങ്ങിലേക്കാണ്. ഡ്രൈവർ ബിരിയാണി ടീമിനോടൊപ്പം. എനിക്ക് തോന്നുന്നു നമ്മള് തിരുവനന്തപുരത്തെ പുതിയ ആൾക്കാർ, എനിക്ക് പണ്ട് ഈ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ നമ്മള് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് നേരെ നമ്മൾ കൊണ്ടുപോകുന്ന സംസമിലാണല്ലേ. അത്രയും പേരെ ഇരുത്താനുള്ള സ്പേസും പണ്ട് മുതലേ നല്ല ഡൈനിങ് ഉള്ള സംസമിലായിരുന്നു. ഏതോടെ ചൂസ് ചെയ്യാനും പറ്റും. അത് വലിയൊരു ഇമ്പോർട്ടന്റ് ആണ്. മെനു ഓപ്ഷൻസ് കൂടുതലാണ് സംസമിൽ എപ്പോഴും. അതായത് പണ്ട് കാലം പോലെ ഇപ്പൊ കുറെ മൾട്ടി ക്യൂസിൻ ഉണ്ടെങ്കിലും പണ്ട് മുതലേ മൾട്ടി ക്യൂസിൻ തിരുവനന്തപുരക്കാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എനിക്ക് തോന്നുന്നു സംസം ആണെന്ന് തോന്നുന്നല്ലേ. കൂടെ സംസം എത്തിയിരിക്കുകയാണ്. നമ്മളിനി പാർക്കിംഗ്, ഇവിടുത്തെ മെയിൻ പ്രശ്നം പാർക്കിംഗ് ആണ്. പക്ഷെ നമുക്കിവിടെ പാർക്കിംഗ് ഉണ്ട്. ഞാൻ പാർക്ക് ചെയ്യാൻ നിങ്ങൾ അങ്ങനെ ഇറങ്ങും. എല്ലാ സ്ഥലമുണ്ട്. പാർക്ക് ചെയ്തു ഗൈസ്. നമുക്ക് അടുത്ത ഷവായി കഴിക്കാൻ പോകാം. ഷവായി മാത്രമേ മേടിച്ചു തരുള്ളൂ. ഷവായി നമ്മളൊന്ന് ഇത് ഷവായി ടെസ്റ്റ് അല്ലേ? അപ്പൊ ഷവായി മാത്രമേ ഉള്ളൂ. ഞാൻ ഷവായി വെറുക്കണം. ഇവിടെ നമുക്ക് സംസമിന്റെ റെസ്റ്റോറന്റ് ഉണ്ട്, ദോശ ഹട്ട് ഉണ്ട്, ബൺ കഫേ ഉണ്ട്. നമുക്ക് റെസ്റ്റോറന്റ് ഇരിക്കാം. കമാൻ. ഷവായി കുറച്ചു മുന്നേ കഴിച്ചാണ്, എന്നാലും കണ്ടാൽ പിന്നെയും കൊതി വരും. അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ സംസമിൽ വന്നപ്പോൾ ഫുള്ള് ഇവിടെ മാർക്കറ്റിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ നടന്നുണ്ട്. ട്രെൻഡിനനുസരിച്ചാണ് എപ്പോഴും. എനിക്കൊന്നും ഒരു ഈ സെന്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് അല്ലേ ബൺ കഫേയിൽ, എനിക്കൊന്നും സംസം ബൺ കഫേ ഇവിടെ മാത്രമേ ഉള്ളൂ. വേറെ എവിടെയും ബൺ കഫേ
ആക്കുളത്ത് ബൺ കഫേ ഉണ്ട്. പക്ഷെ ബൺ കഫേക്ക് മാത്രം സെപ്പറേറ്റ് ഒരു കഫേ സെറ്റപ്പില് ഒരു ആംബിയൻസില് ഒരു സംഭവത്തിൽ ഇവിടെ ഉള്ളത്. അതിന്റെ തോട്ട് പ്രോസസ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് മറ്റേ ഇടയ്ക്ക് വെച്ചിട്ട് ആലിയ ഭട്ടിന്റെ നമ്മളെ മിൽക്ക് കേക്ക് വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് ഇത് ഇവിടെ വന്നു. സെൻസിബിലിറ്റി വന്നപ്പോൾ അത് വന്നു. പല കഫേസിൽ വന്നാലും ഇവിടെ ഇവര് ഇത് എന്തായാലും എല്ലാ അവൈലബിളിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ആകുമ്പോഴത്തേക്കും ഇവരുടെ മറ്റേ കഫേയിലെ മറ്റേ ബണ്ണില്ലേ എന്തോ കുക്കി ബണ്ണ്, അടിപൊളിയാണ്. കുക്കി ബണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ന്യൂട്ടെല്ല ഫ്ലേവർ ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഷോപ്പില് രണ്ടാമത്തെ ഷേവായും രണ്ടാമത് ഇവനെയും കിട്ടിയിട്ടുണ്ട്. നീ അപ്പുറത്ത് പോയപ്പോ നമ്മൾ ഇൻട്രോ എടുത്തായിരുന്നു ഗൈസ്. അപ്പം എന്റെ ആഗ്രഹം കുറെ ലെഗ് പീസ് തന്നെ എത്തിയിട്ടുണ്ട്. ചെസ്റ്റ് ഇല്ലാത്ത വിഷമം കാണും. അതെ അതെ അതെ. ആ കോഫിയില് എന്താ ഷുഗറില്ലേ? വിഷയത്തിൽ തന്നെ മറന്നു. ഞാൻ ഷുഗർലെസ് ആയിട്ട് ഒരു വാട്ടർമെലൺ ജ്യൂസ് കുഴപ്പമില്ല. നമ്മൾ ഇടയ്ക്ക് അല്ലേ. പക്ഷെ പ്രശ്നമുണ്ട്, നമുക്ക് അവിടെ നിന്ന് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, പൊറോട്ട അല്ലെങ്കിൽ കുബൂസ് എടുക്കാറുണ്ട്. ഇവിടെ പൊറോട്ടയും കുബൂസും ഒന്നും തന്നില്ല, ഒരു ലെഗ് പീസ് മാത്രമേ ഉള്ളൂ. കൊതിയാവുന്നുണ്ട് അത് കണ്ടിട്ട്. സത്യത്തിൽ ഞാൻ പറഞ്ഞ തിരിച്ചെടുത്ത് മൈനസിൽ മുക്കി കഴിക്കുന്നത് ഏറ്റവും നല്ലത്. ഫസ്റ്റ് ബൈറ്റ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് മൈനസ് മുക്ക കഴിക്കാം. സ്കിന്നിന്റെ സംഭവം പക്ഷേ കുറച്ച് തണുത്തു പോയ ഒരു ഫീലാണ്. തണുത്ത് വരുന്നു ഷവായി. പക്ഷേ ഈ ടേസ്റ്റ് കുറച്ച് ഇവിടെ ഇഷ്ടപ്പെട്ടു. സ്കിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കാം. ഇവിടെ സ്കിന്ന് ഭയങ്കര കുറവായിരുന്നു. മീറ്റ് നമ്മൾ കൂടുതലും കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് കുറച്ചുകൂടെ സ്കിൻ ഇഷ്ടമായതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ എങ്ങനെ കയറും? സ്ഥലമില്ല ഗൈസ്, എഴുതി കയറേണ്ടി വരും. നമ്മുടെ ലാസ്റ്റ് സ്പോട്ടായ ആക്കുളം സംസമിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്നും കൂടെ ഉള്ള ഷവായി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈസ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഓഫർ കിടക്കുന്ന ക്വാർട്ടർ ഷവായി പ്ലസ് മൈനസ് 105 രൂപ. നമ്മൾ ഒറ്റയിടത്ത് 130 രൂപ കണ്ടില്ലേ? 130 ആയിരുന്നു. ആക്കുളത്ത് മാത്രമേ ഉള്ളൂ. മറ്റേ ഇടയ്ക്ക് ഇപ്പോൾ റീസെൻ്റ് ഒരു ഓഫർ വന്നായിരുന്നല്ലോ, ആക്കുളത്ത് ഇപ്പോഴത് റണ്ണിങ് ആണ്. സോ ചെക്കൗട്ട് ഗൈസ്. ഷവായി ക്വാർട്ടർ ഷവായി കൂടെ എന്താണ് കൂടെ ഇപ്പോൾ ഓഫറിലാണോ? ഇതാണ് എനിക്ക് തോന്നിയിട്ട് ബെസ്റ്റ് ഷവായി ഇവിടത്തെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ലുക്കിലല്ല, വർക്കിലാണ് കാര്യം. കണ്ടിട്ട് റീസൺ ഇത് കുറച്ചുകൂടി സൈസും ഉണ്ട്, നല്ല ജ്യൂസിയാണ്, കണ്ടിട്ട് ജ്യൂസി ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പം നമ്മള് ഇന്ന് ഇതിന്റെ കൂടെ ഞങ്ങളിന്ന് പൊറോട്ടയാണ് പറഞ്ഞത്. പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ കുബൂസിനോട് പോയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ എപ്പോഴും ഷവായുടെ കൂടെ കുബൂസ് ആയതാണ്. പക്ഷെ സംസമിലെ മാത്രം പ്രത്യേകതയാണ്, നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പം ഞാൻ ഗസ് ചെയ്യുന്നു ഇതായിരിക്കും അടിപൊളി. നീ ഗസ് ചെയ്യ്. എനിക്ക് പാളയത്തെയാണ് ബെറ്റർ. നാവും പറയുന്നു. നിങ്ങൾ എന്താണ് പറയുന്നത്? നമുക്ക് ഞാൻ കഴിച്ചു പറയാം. എനിക്ക് തോന്നുന്നു സ്ട്രക്ചർ കിട്ടി. തൊലി നിനക്ക് വേണ്ടേ? നമ്മുടെ ക്യാമറമാൻ ഒരു തൊലി ലവറാണ്, അതുകൊണ്ട് ക്യാമറമാന് കുറച്ച് തൊലി വെച്ചേക്കാം. എന്താ മോനെ, ഇവളുടെ പ്രവചനം ശരിയാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കഴിച്ചു നോക്കാം. മോളെ കണ്ടാ മനസ്സിലാക്കണം, ഫുഡ് ബ്ലോഗറായ കണ്ടാ മനസ്സിലാക്കണം. ഗൈസ് ഇതൊന്നും പറയാം, അവസാനം പറയാം. നല്ല സോഫ്റ്റ് ആണ്, ജ്യൂസിയാണ്, അഫോർഡബിൾ ആണ്. ഇപ്പൊ വന്നാൽ അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്തെ എല്ലാ സംസമിന്റെ ഷോപ്പിൽ നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്. യെസ് ഗൈസ്, അപ്പോൾ നമ്മളെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് 3 ഷോപ്പിലാണ് പോയത്. ഒന്ന് പാളയം, 2 നന്തൻകോടുള്ളത്, 3ാമത്തെ ആക്കുളത്ത് ലുലുമല്ല നിയറസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ കാണിച്ച് വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഏതായിരിക്കും ബെസ്റ്റ് എന്ന്. ഞാനൊരു ഇൻസ്റ്റാഗ്രാമിലൊരു ഷോർട്ട് വീഡിയോ ചെയ്യാണ്ട് യൂട്യൂബിലൊരു ലോങ് വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശവും ഇത് തന്നെയാണ്. ഏറ്റവും നല്ല ഈ ഷവായ എന്ന് പറയുമ്പോഴേ നമുക്ക് ആദ്യം വരുന്നത് സംസമാണല്ലോ. എന്നാൽ ഏത് സംസമിൽ നിങ്ങൾക്ക് പോയാൽ ഏറ്റവും നല്ല ഷവായ കഴിക്കാം എന്നതായിരുന്നു നമ്മുടെ ഈ വീഡിയോന്റെ മെയിൻ സംഭവം. അപ്പോൾ നമുക്ക് പറയാം. അതെ, ഏതാ
എന്റെ കൺക്ലൂഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവള് ഓൾറെഡി അത് കണ്ടപ്പോഴേ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഏറ്റവും നല്ല ഷവായ ട്രിവാൻഡ്രത്ത് സെർവ് ചെയ്യുന്ന സംസം എന്ന് പറയുന്നത് ആക്കുളത്തെ സംസമാണ്. ലുലുമാല നിയറസ്റ്റ് ആയിട്ടുള്ള സംസമിലെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഫുഡ് ഫൈൻഡിങ്സ് വീഡിയോസിനായി നിങ്ങൾ ബിരിയാണി ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ എനേബിൾ ചെയ്തേക്ക്. അപ്പോൾ ഇതുപോലെ വീഡിയോസിനായിട്ട്